ഹായ്, വെൽക്കം ടു സോഷ്യൽ സയൻസ് പാഠശാല. പ്രിന്റിംഗ് പ്രസ്സുകൾ വന്നതോടുകൂടി പുസ്തകങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുവാനുള്ള ചിലവ് വളരെയധികം കുറഞ്ഞു. ഒരു പുസ്തകത്തിൻ്റെ അനേകം കോപ്പികൾ വളരെ പെട്ടെന്ന് നിർമ്മിക്കാം എന്ന സ്ഥിതി വന്നു. ഇതിനെ തുടർന്ന് ധാരാളം പുസ്തകങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങി. ബുക്സ് ഫ്ലഡഡ് ഇൻ ടു ദ മാർക്കറ്റ്. ഇറ്റ് റീച്ച്ഡ് ദ എവർ ഗ്രോയിങ് റീഡർഷിപ്പ്. പുസ്തകങ്ങൾ ഇങ്ങനെ അവൈലബിൾ ആയത്, ആക്സസിബിൾ ആയത് ഒരു പുതിയ റീഡിംഗ് കൾച്ചറിന് തന്നെ തുടക്കം കുറിച്ചു. പ്രിന്റ് വരുന്നതിന് മുമ്പ് സമൂഹത്തിലെ കുലീനരായിട്ടുള്ള എലൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് വായിച്ചിരുന്നത്. അന്ന് സാധാരണക്കാരൻ ഓറൽ കൾച്ചറാണ് പിന്തുടർന്നിരുന്നത്. അതായത് കഥകളും പാട്ടുകളുമൊക്കെ സാധാരണക്കാരനിൽ എത്തിച്ചേർന്നിരുന്നത് വാമൊഴിയായിട്ടായിരുന്നു എന്നർത്ഥം. ബൈബിൾ പോലുള്ള വിശുദ്ധ പുസ്തകങ്ങൾ അവർ കേൾക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. ധീര യോദ്ധാക്കളുടെയും മറ്റും ചരിത്രം പാട്ടുകളായി പ്രചരിച്ചിരുന്നു. ഇവയെ ബെല്ലാഡ്സ് എന്നാണ് വിളിച്ചിരുന്നത്. ഹാൻഡ് റിട്ടൺ ബുക്സ് എല്ലാവരുടെ കയ്യിലും എത്താത്തതും, അവ സഫിഷ്യൻ്റ് ആയിട്ടുള്ള അളവിലില്ലാത്തതും, അവ വളരെയധികം എക്സ്പെൻസീവ് ആയിരുന്നതും കൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നിരുന്നത്. എന്നാൽ പ്രിന്റിന്റെ വരവ് കാര്യങ്ങളെ ആകമാനം മാറ്റിക്കളഞ്ഞു. കഥകളും കവിതകളും കേട്ടിരുന്ന ഹിയറിംഗ് പബ്ലിക്കിന് ഇപ്പോൾ ഒരു റീഡിംഗ് പബ്ലിക്കായി മാറാൻ സാധിക്കും. എന്നാൽ ഹിയറിംഗ് പബ്ലിക്കിൽ നിന്ന് റീഡിംഗ് പബ്ലിക്കിലേക്കുള്ള ഈ മാറ്റം അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, അന്ന് യൂറോപ്പിലൊക്കെ ലിറ്ററസി അഥവാ സാക്ഷരത വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. സാക്ഷരത ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് പുസ്തകങ്ങൾ വായിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ ജനങ്ങൾ കേട്ട് പരിചയിച്ച വീര കഥകൾ, ബെല്ലാഡ്സും മറ്റ് കാര്യങ്ങളുമൊക്കെ പുസ്തകങ്ങളിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് വായിക്കുവാൻ വേണ്ടി ആൾക്കാർ അക്ഷരം പഠിക്കാൻ തുടങ്ങുകയില്ലേ? അങ്ങനെ ഒരു സാധ്യതയില്ലേ? ഈ സാധ്യത ഉപയോഗപ്പെടുത്തുവാൻ അന്നത്തെ പ്രിന്റേഴ്സ് തീരുമാനിച്ചു. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോക്ക് ടൈൽസും ബെല്ലാഡ്സും ഒക്കെ അവർ പുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തി. ജനങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പുസ്തകങ്ങളെ സ്വീകരിച്ചത്. അവർ ഒരുമിച്ച് കൂടുന്ന പൊതു ഇടങ്ങളിലെല്ലാം വച്ച് ഈ പുസ്തകങ്ങൾ പബ്ലിക്കായി വായിക്കുവാൻ തുടങ്ങി. ദസ് ദ പ്രിന്റഡ് മെറ്റീരിയൽസ് വെയർ ഓറലി ട്രാൻസ്മിറ്റഡ്. അതായത് പ്രിന്റഡ് മെറ്റീരിയൽസും ഓറലി ആണ്, വാമൊഴിയായിട്ടാണ് ആൾക്കാരുടെ സമീപം എത്തിച്ചേർന്നത്. ഫൈനലി വാട്ട് ഹാപ്പൻഡ്? ദ ലൈൻ ദാറ്റ് സെപ്പറേറ്റഡ് ഓറൽ ആൻഡ് പ്രിന്റ് കൾച്ചേഴ്സ് വെയർ ബ്ലർഡ്. ഫൈനലി എന്ത് സംഭവിച്ചു? ഓറൽ കൾച്ചറിനെയും പ്രിന്റ് കൾച്ചറിനെയും വേർതിരിച്ചറിയാനാവാത്ത ഒരവസ്ഥ വന്നു.